UDF എന്തുകൊണ്ട് കേരള ബാങ്ക് എന്ന സംവിധാനത്തിൽ നിന്ന് തിരികെ പോകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു? എന്താണ് UDFിൻ്റെ വാദം എന്ന കാര്യം നോക്കാം. നോക്കൂ, കേരള ബാങ്ക് പിരിച്ചുവിടണം, ജില്ലാ ബാങ്ക് തിരിച്ചു വരണം. ഇതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. തീരുന്നില്ല. ഈ കേരള ബാങ്ക് പിരിച്ചുവിടണമെന്നവർ വാദിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയുടെ അടിസ്ഥാന തത്വം തന്നെ കേരള ബാങ്ക് വന്നതോടുകൂടി ഇല്ലാതായി എന്നതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. കാരണം ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതിനപ്പുറം ചെറുകിട പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സഹായമൊരുക്കാൻ കഴിയുന്ന മറ്റൊന്നും ഉണ്ടായില്ല. അതിന് മറ്റൊരു കാരണം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ആ കാരണത്തിലേക്ക് കൂടി പോകാം. അതായത് UDFിൻ്റെ വാദം പറയുമ്പോൾ മറ്റൊരു കാര്യം എന്താണ്? പ്രാദേശികമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു, പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനാവുന്നില്ല. ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതായത് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ, പ്രാഥമിക സഹകരണ സംഘമാണ് കരുവന്നൂർ, അവിടെ ഒരു വലിയ നിക്ഷേപ തട്ടിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തൊട്ട് മുകളിലുള്ള അപ്പെക്സ് ബോഡിയായ ജില്ലാ ബാങ്ക് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സഹായമൊരുക്കായിരുന്നു, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടില്ലായിരുന്നു, ഈ തരത്തിലേക്ക് വിവാദം കടന്നു പോകില്ലായിരുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രാദേശിക തരത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനാവുന്നില്ല. കേരള ബാങ്ക് എന്ന ഒരു സംസ്ഥാന സംവിധാനമാണ് പ്രാഥമിക സഹകരണ സംഘത്തിന് മുകളിലുള്ളത്. അവർക്ക് ഇടപെടുന്നതിന് നിരവധി പരിമിതികളുണ്ട്. റിസർവ് ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങളുടെ അനുമതിയും നിയന്ത്രണവും ഇതിന് തടസ്സമാണ്. ഈ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം വന്നതോടെ കടുത്ത പ്രതിബന്ധങ്ങൾ, അതാണ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. കാരണം റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ് കേരള ബാങ്ക് ഉള്ളത്. കേരള ബാങ്കിന് സ്വാഭാവികമായും റിസർവ് ബാങ്കിൻ്റെ നോംസ് സ്വാഭാവികമായും പാലിക്കേണ്ടി വരും. അപ്പോൾ സഹകരണ മേഖലയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നു. ഇതാണ് UDF ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. അതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികൾ കടന്നു പോകുന്ന സഹകരണ മേഖലയുടെ നിലനിൽപ്പിന് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനുള്ള ഇടപെടലിനുള്ള വഴിയൊരുക്കൽ കൂടി റിസർവ് ബാങ്ക് വന്നതോടെ ഉണ്ടാകുന്നു എന്നൊരു പ്രശ്നം കൂടി UDF ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ മാതൃകയുള്ള പരാജയങ്ങൾ ആണ് മറ്റൊരു കാര്യം. കരുവന്നൂർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കരുവന്നൂർ എന്ന വിഷയമുണ്ടായപ്പോൾ കരുവന്നൂർ സമാനമായ നിരവധി സഹകരണ സംഘങ്ങൾ തട്ടിപ്പും പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് LDF ഭരിക്കുന്നതും UDF ഭരിക്കുന്നതുമായ സഹകരണ സംഘങ്ങളിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു സഹകരണ മേഖലയിൽ ഒരു കരുതൽ നടത്താൻ കഴിയുന്ന സംവിധാനമായി ജില്ലാ ബാങ്ക് 3 ടയർ സിസ്റ്റത്തിൻ്റെ രണ്ടാമത് വരുന്ന സിസ്റ്റമാണ്. പ്രാഥമിക സഹകരണ സംഘം, ജില്ലാ സഹകരണ സംഘം, സംസ്ഥാന സഹകരണ ബാങ്ക്. ഇതായിരുന്നു നമ്മുടെ സിസ്റ്റം. അതിൽ ആ ജില്ലാ ബാങ്കുകൾക്ക് അന്ന് കഴിയുമായിരുന്നു. പക്ഷേ അതില്ലാതായതുകൂടി ആ സിസ്റ്റം നഷ്ടപ്പെട്ടു എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കരുവന്നൂർ മാതൃകയുള്ള പരാജയങ്ങളാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, കേരള ബാങ്കിൽ ചേരാത്ത മലപ്പുറം ജില്ലാ ബാങ്ക് ഇപ്പോഴും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന കാരണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് കേരള ബാങ്കിൽ രാഷ്ട്രീയമായി അതിനോട് യോജിക്കാതെ അല്ലെങ്കിൽ ഭരണ സംവിധാനം ഇതുവരെ LDFിനൊപ്പം നിൽക്കാതെ പൂർണ്ണമായി മാറുന്ന സംവിധാനമാണ് മലപ്പുറത്തെ ജില്ലാ ബാങ്ക്. ആ ജില്ലാ ബാങ്ക് ഇപ്പോഴും നിയമപോരാട്ടം നടത്തി സ്വതന്ത്ര സംവിധാനമായി മികച്ച ലാഭകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ എന്തിന് മറ്റൊരു സംവിധാനം എന്ന കേരള ബാങ്കിൻ്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. ഇതാണ് അവർ പ്രധാനമായി UDF മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും വാദഗതികളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ UDFിൻ്റെ ഈ വാദങ്ങൾ ഇങ്ങനെയാവുമ്പോൾ ഇടതുമുന്നണി ഇതിൻ്റെ പ്രതിവാദങ്ങൾ എങ്ങനെ ഉയർത്തുന്നു? എന്തുകൊണ്ട് കേരള ബാങ്ക് തുടരണം എന്ന വാദം എന്നത് ശ്രദ്ധിക്കാം. നോക്കൂ, കേരള ബാങ്കിൽ നിന്നുള്ള തിരിച്ചുപോക്ക് ആത്മഹത്യാപരമെന്നതാണ് ഇടതുമുന്നണിയുടെ വാദം. കാരണം കേരള ബാങ്ക് രൂപീകരിച്ചത് സങ്കീർണമായ നടപടിക്രമങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ടാണ്. സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നിർവഹിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നോട്ടടിക്കുന്നത് തകർക്കും ഈ സംവിധാനത്തെ എന്ന കാര്യം കൂടിയാണ്. മാത്രമല്ല, ഏകദേശം 1 ലക്ഷം കോടിയിൽ പരം താഴെ നിക്ഷേപമുണ്ടായിരുന്ന സംവിധാനം കേരള ബാങ്ക് ആയതോടുകൂടി ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത്, മന്ത്രി വിശദീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, 1,29,000 1,30,000 കോടിയോളം വരുന്ന ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു വലിയ സംവിധാനമായി അത് മാറുന്നു എന്നതാണ്. മാത്രമല്ല, വലിയ തരത്തിലുള്ള ഒരു സംവിധാനമാകുമ്പോൾ ആ സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന വാദം കൂടി വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചുപോക്ക് ആത്മഹത്യാപരമാണ്. അടുത്ത പോയിന്റ് എന്താണ് LDFിൻ്റെ അടുത്ത വാദം എന്നുകൂടി നമുക്ക് നോക്കാം. LDFിൻ്റെ അടുത്ത ഭാഗം ഈ തിരിച്ചുപോക്ക് നിയമപരമായി അസാധ്യമാണ്. കാരണം നിയമപരമായി അസാധ്യമെന്ന് പറയാൻ കാരണം റിസർവ് ബാങ്കിൻ്റെ നിരവധിയായ കടമ്പകൾ മറികടന്നാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത് സഹകരണ മേഖലയിൽ. അപ്പോൾ ഇനി തിരിച്ചുപോക്ക് നിയമപരമായി സാധ്യമല്ല. മാത്രമല്ല, അതിന് റിസർവ് ബാങ്ക് അനുമതി നൽകില്ല. ഇതാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇടതുമുന്നണിയുടെ അടുത്ത പോയിന്റ്? കേരള ബാങ്കിൽ ആധുനിക സേവനങ്ങളുണ്ട്, കുറഞ്ഞ പലിശയാണ് എന്നതാണ് അവരുടെ വാദ്യം. അതായത് കേരള ബാങ്കിൽ ആധുനിക സംവിധാനമുണ്ട്, മൊബൈൽ ബാങ്കിങ് സംവിധാനമുണ്ട്, ഒപ്പം സാധാരണ ഒരു സഹകരണ സംഘത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത മികച്ച സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾക്ക് ഈക്വലായ ഫെസിലിറ്റീസ് കേരള ബാങ്കിൽ നിന്ന് നിലവിൽ നൽകുന്നുണ്ട്. അപ്പോൾ എന്തിന് തിരിച്ചു പോകണം എന്ന ചോദ്യമാണ്. ഒപ്പം വായ്പകൾക്ക് കുറഞ്ഞ പലിശ, പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും ഓടിച്ചെന്ന വായ്പ കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം വലിയ തരത്തിലുള്ള പലിശ നൽകേണ്ടി
നൽകേണ്ടി വരും. പക്ഷേ ഇവിടെ കുറഞ്ഞ പലിശയ്ക്ക് അത് സിസ്റ്റം സാധ്യമാണ് എന്ന കാര്യമാണ്. കാരണം നേരത്തെ ത്രിതല സംവിധാനമാകുമ്പോൾ ഓരോ തലത്തിലും പലിശയുടെ പെർസെൻറ്റേജ് പോയ ശേഷമാണ് പ്രാഥമിക സഹകരണ സംഘത്തിലേക്ക് വരുന്നത്. അവിടെ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് ആളുകൾക്ക് വായ്പ കിട്ടുന്ന സംവിധാനമുണ്ട് എന്നതാണ് LDFിൻ്റെ വാദം. ഇതാണ് LDF ഉന്നയിക്കുന്ന മറ്റൊരു വാദം. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തെ കേരള ബാങ്ക് ചെറുത്തു നിർത്തി. കാരണം പലപ്പോഴും സഹകരണ മേഖലയിൽ ഇടപെടാനും അവിടെ കള്ളപ്പണം നടക്കുന്നു എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പല നീക്കങ്ങളും ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ ചെറുക്കാനാണ് കേരള ബാങ്ക് സംവിധാനം രൂപീകരിച്ചത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിന് തലവെച്ച് കൊടുക്കുന്നതിന് തുല്യമാവും വീണ്ടും തിരികെ പോകുന്നത് എന്നതാണ് ഇടതുമുന്നണി ഉയർത്തുന്ന മറ്റൊരു വാദം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇടതുമുന്നണിയുടെ വാദമുഖങ്ങൾ ഇങ്ങനെയാണ്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തോടെ നിക്ഷേപവും ആത്മവിശ്വാസവും വർദ്ധിച്ചു എന്നൊരു വാദഗതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം പൊതുവിൽ നമ്മുടെ ആളുകൾക്ക് പൊതുവിൽ സഹകരണ മേഖലയെ സംബന്ധിച്ച് അതിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിൽ കേരള ബാങ്ക് വന്നതോടെ വളരെ പ്രൊഫഷണലായൊരു സിസ്റ്റം ഉണ്ടാകുന്നു. അവിടെ ആത്മവിശ്വാസവും നിക്ഷേപവും വർദ്ധിക്കുന്നു. അതാണ് ഇപ്പോഴുള്ള സിസ്റ്റം. അതിനെ തിരിച്ചു കൊണ്ടുപോകരുത് എന്ന വാദം ഉന്നയിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതാണ് ഇടതുമുന്നണി പൊതുവിൽ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന വാദം. ഇനി നമുക്ക് ഈ കേരള ബാങ്കിൻ്റെ രൂപീകരണ കാലത്തെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. രൂപീകരണ കാലത്തെ കേരള ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയായിരുന്നു? ഒന്ന്, പ്രവാസി നിക്ഷേപം ആകർഷിക്കുക, ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ കൊണ്ടുവരിക. 3, വായ്പാ ചെലവ് കുറയ്ക്കുക, വൻകിട വികസന പദ്ധതികൾക്ക് ധനസഹായം. ഈ ലക്ഷ്യങ്ങളിലേക്ക് കേരള ബാങ്ക് എത്തിക്കഴിഞ്ഞോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം പ്രവാസി നിക്ഷേപം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതിന് ഫെമ നിയമ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ഈ പ്രവാസി നിക്ഷേപം ആകർഷിക്കുക എന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. മറ്റ് ചില ആശയങ്ങളിലൊക്കെ നമ്മൾ എത്തിയെന്ന് കരുതാം. എന്തായാലും ഈ വിഷയത്തിൽ എന്ത് നിലപാട് എന്ന കാര്യം കൂടിയാണ് വിശദമായി പരിശോധിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.